24 മെഗാ ബ്രേക്കിംഗ്. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുമായി കൂടിക്കാഴ്ച നടത്താൻ മുതിർന്ന നേതാവ് കെ സുധാകരൻ. കേരളത്തിലെ മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെയാണ് കൂടിക്കാഴ്ച. ഈ വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായേക്കും. ദീപക് ദർബണം കോഴിക്കോട് ചെയ്തു. ദീപക്, ഈ ഒരു കൂടിക്കാഴ്ചയുടെ പിന്നാമ്പറം എന്താണ്? എന്തിനാണ് ഈ സമയത്ത് ഈ ഘട്ടത്ത് തെരഞ്ഞെടുപ്പ് ഫലമൊക്കെ വരുന്നതിന് മുമ്പ് മല്ലികാർജ്ജുൻ ഖർഗെയുമായി ഒരു കൂടിക്കാഴ്ച നടത്താൻ കെ സുധാകരൻ തയ്യാറാകുന്നത്? സുഹൈലി, കൂടിക്കാഴ്ച ഒരു തുടർച്ചയാണ് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. കാരണം സുധാകരൻ ഉടക്കി നിന്നു, പിണങ്ങി നിന്നു, അതിനുശേഷം പാർട്ടിക്ക് വഴങ്ങി. അതിനുശേഷം KC വേണുഗോപാലിൻ്റെ സാന്നിധ്യത്തിൽ രാഹുൽ ഗാന്ധിയെയും മല്ലികാർജ്ജുന ഖാർഗെയും ഡൽഹിയിൽ വെച്ച് കാണുകയാണ് ഉണ്ടായത്. അത് രാഹുൽ ഗാന്ധി തന്നെ എക്സിലും FBയിലും പോസ്റ്റ് ചെയ്യുകയുമുണ്ടായി. മല്ലികാർജ്ജുന ഖാർഗെ അതുപോലെ KC വേണുഗോപാൽ എല്ലാം അത് പങ്കുവയ്ക്കുകയുമുണ്ടായി. അതിൻ്റെ തുടർച്ചയായ കൂടിക്കാഴ്ചയാണ് ഇതെന്നാണ് മനസ്സിലാവുന്നത്. എപ്പോഴാണ് കൂടിക്കാഴ്ച എന്ന് മനസ്സിലായിട്ടില്ല. ഇന്ന് രാത്രിയോ നാളെയോ ആയിരിക്കും കൂടിക്കാഴ്ച. പാർലമെൻറ്റിൻ്റെ ഇടവേള സമയത്തായിരിക്കും കൂടിക്കാഴ്ച എന്നാണ് അറിയുന്നത്. പക്ഷേ കൂടിക്കാഴ്ചയ്ക്കുള്ള വലിയ രാഷ്ട്രീയ പ്രാധാന്യം ഒന്ന്, കെ സുധാകരന് നേരെയുള്ള ഒറ്റതിരിഞ്ഞ ആക്രമണം സൈബർ ഇടങ്ങളിൽ നടക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം കെ സുധാകരൻ KC വേണുഗോപാലിനെ പിന്തുണച്ച് രംഗത്തെത്തി എന്നുള്ളതാണ്. ഇന്ന് ഏറ്റവും ഒടുവിൽ ഡൽഹിയിൽ വെച്ച് മാധ്യമങ്ങളെ കാണുമ്പോൾ മുഖ്യമന്ത്രി ചർച്ച നിർത്തേണ്ടതില്ല, ചർച്ച നടത്തുന്നവർ ചർച്ച ചെയ്യട്ടെ എന്നുള്ള നിലപാട് ആവർത്തിച്ചു. മാത്രവുമല്ല, KC വേണുഗോപാലിന് വേണ്ടി അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു, അദ്ദേഹത്തിൻ്റെ അനുയായികൾ ഉൾപ്പെടെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് മറ്റു പല ക്യാമ്പുകളിലും അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതും വസ്തുതയാണ്. ഈ കെ സുധാകരൻ്റെ നിലപാട് മാറ്റം 24 ആയിരുന്നു ഇക്കാര്യം ആദ്യം ബ്രേക്ക് ചെയ്യുന്നത്. അതിനുശേഷമാണ് കെ സുധാകരൻ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ KC കേരളത്തിലേക്ക് എത്തേണ്ടത് അനിവാര്യതയാണ്. പണ്ട് ലീഡർ കെ കരുണാകരനെ പോലെ, അത് കഴിഞ്ഞ് AK ആൻ്റണിയെ പോലെ, വയലാർ രവിയെ പോലെയാണ് KC വേണുഗോപാൽ എന്ന് പറഞ്ഞൊരു വലിയ മുഴുനീളൻ പോസ്റ്റ് ഇടുന്നത്. മാത്രവുമല്ല, അദ്ദേഹം പിന്നീട് മാധ്യമങ്ങളോടും സമാനമായി പ്രതികരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഈ കൂടിക്കാഴ്ചയുടെ രാഷ്ട്രീയ പ്രാധാന്യം, മുഖ്യമന്ത്രി ചർച്ച നടക്കുമ്പോൾ ആ ചർച്ചയിൽ തനിക്ക് പറയാനുള്ള തൻ്റെ നിലപാട് മുൻകൂട്ടി അറിയിക്കുകയാണോ എന്നുള്ളതാണ്. അതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. കാരണം ആദ്യം തന്നെ ഹൈക്കമാൻഡ് വൃത്തങ്ങളിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് പറയുക എന്നുള്ളതായിരിക്കാം. മറ്റൊരു കാര്യം, അദ്ദേഹത്തിന് നേരെ വലിയ രീതിയിൽ സൈബർ ആക്രമണം നടക്കുന്നുണ്ട്. സ്വാഭാവികമായും ഹൈക്കമാൻഡ് ആ കാര്യം കേരള ഘടകത്തെ കൃത്യമായി അറിയിക്കുകയും, കാരണം കോൺഗ്രസ് ഹാൻഡിലുകളിൽ നിന്ന് പോലും അത്തരത്തിൽ കെ സുധാകരനെതിരെ സൈബർ ആക്രമണം വരുന്നു എന്നുള്ള കാര്യം ഉൾപ്പെടെ ശ്രദ്ധയിൽപ്പെടുത്തിയേക്കും എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചന. ഏതായാലും ഇതൊരു നിർണായക നീക്കമായി തന്നെ നമുക്ക് കാണേണ്ടി വരും. കെ സുധാകരൻ ഖാർഗെയെ കാണുന്നു, AICC നേതാക്കളെ കാണുന്നു എന്നുള്ളത്. സുഹൈൽ, നേരത്തെ MP മാർക്ക് മത്സരിക്കേണ്ട എന്ന പ്രശ്നവുമായി ബന്ധപ്പെട്ട് അന്ന് മത്സരിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച കെ സുധാകരൻ അനുനയിപ്പിച്ചത്, അതിന് പിന്നാലെ ഖർഗെയുമായി നടത്തിയ, രാഹുൽ ഗാന്ധിയുമായി നടത്തിയ കൂടിക്കാഴ്ച ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം കേരളത്തിലേക്ക് എത്തി, പിന്നീട് തെരഞ്ഞെടുപ്പ് ഒന്നിച്ച് നേരിട്ടു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഏതാണ്ട് പോസിറ്റീവായിരിക്കുമെന്ന അനുമാനമൊക്കെ വന്ന ഘട്ടം മുതൽ കെ സുധാകരൻ തുടങ്ങി വെച്ച പല പ്രശ്നങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ തലേന്നാൾ തനിക്ക് മത്സരിക്കാൻ യോഗ്യതയില്ല, അല്ലെങ്കിൽ തനിക്ക് വിജയസാധ്യതയില്ല എന്നടക്കം ഹൈക്കമാൻഡിനെ അറിയിച്ച് കൊണ്ടൊരു കത്തിറങ്ങുന്നു. അത് വ്യാജ കത്താണെന്ന് KPC അധ്യക്ഷനടക്കം പറയുന്നു. പക്ഷേ അത് കത്ത് വ്യാജമല്ലെന്ന് കെ സുധാകരൻ നമ്മളോടായി പറയുന്നു. അങ്ങനെ ഈ കത്തടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഘട്ടം മുതൽ ഇതിപ്പോൾ ഏറ്റവും ഒടുക്കം ഇന്ന് വരെ തനിക്കെതിരെ തന്നെ കോർണർ ചെയ്തുകൊണ്ട് വലിയ രീതിയിൽ സൈബർ അധിക്ഷേപം നടക്കുന്നു എന്നുള്ള പരാതി തന്നെയാണോ കെ സുധാകരൻ ഉന്നയിക്കാൻ പോകുന്നത്? അല്ല, സുധാകരൻ ഇതിൽ ചില വെല്ലുവിളികൾ ഉയർത്തിയിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. പ്രത്യേകിച്ചും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മൂർധന്യ ഘട്ടത്തിൽ കെ സുധാകരൻ ആ കത്ത് വ്യാജമല്ല എന്ന് പറയുമ്പോൾ അത് സുധാകരൻ്റെ ബോധ്യമാണ്. കാരണം ആവർത്തിച്ച് സുധാകരനോട് ചോദിച്ചിരുന്നു, KPCC അധ്യക്ഷൻ ഇത് വ്യാജമാണെന്ന് പറഞ്ഞ് പരാതി നൽകുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നു വ്യാജമല്ല എന്നാണ് തൻ്റെ ബോധ്യം. മറ്റൊന്ന്, അദ്ദേഹം ആ ഘട്ടത്തിൽ പറഞ്ഞ, ആ ഓഡിയോ ബൈറ്റിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാൻ ഹൈക്കമാൻഡിന് പരാതി നൽകുമെന്നുള്ളത്. ഹൈക്കമാൻഡിനെ അതിനുശേഷം അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും ഈ കത്തുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഉന്നയിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ചർച്ച നിർത്തണം എന്നുള്ള അന്ത്യശാസനയ്ക്ക് കെ സുധാകരൻ വഴങ്ങുന്നില്ല എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇന്ന് ഡൽഹിയിൽ വെച്ച് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം. അപ്പോൾ ഇതിൽ ഒന്ന്, KC വേണുഗോപാൽ പക്ഷത്തേക്കുള്ള അദ്ദേഹത്തിൻ്റെ മാറ്റം, അത് നേതൃതലത്തിലുള്ള വലിയ ഗ്രൂപ്പ് സമവാക്യ മാറ്റമാണ്. കാരണം സ്വാഭാവികമായും ഒരിക്കലും KC വേണുഗോപാലിനെ പരസ്യമായി എതിർത്തിരുന്ന ഒരാളാണ് കെ സുധാകരൻ. തന്നെ KPC പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റിയത് KC വേണുഗോപാലാണ് എന്നതുൾപ്പെടെ അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ എന്നാൽ കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ അഭിമുഖത്തിൽ 24നോട് അദ്ദേഹം ഞാനുമായി നടത്തിയ ആൻസർ പ്ലീസിൽ അദ്ദേഹം വളരെ കൃത്യമായ ഒരു അച്ചടക്കമുള്ള കോൺഗ്രസ് കേഡറായി തുടരുമെന്നുള്ളതാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. അതിനുശേഷമായിരുന്നു മല്ലികാർജ്ജുന ഖാർഗെ രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് MK രാഘവൻ മാധ്യമങ്ങളോട് പറഞ്ഞതുകൂടി ഇതിൽ കൂട്ടി വായിക്കേണ്ടതുണ്ട്. കാരണം MP മാർ മത്സരിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചവർ തന്നെ തന്നോട്
എന്നോട് വിജയിക്കേണ്ട വിജയസാധ്യത ഇല്ലാത്ത മണ്ഡലത്തിൽ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. MK രാഘവൻ ഇത് എന്നോടും പറഞ്ഞിട്ടുണ്ട്. ഞാനുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് എലത്തൂർ മണ്ഡലത്തിൽ അദ്ദേഹത്തോട് മത്സരിക്കാൻ വേണ്ടി പ്രധാന നേതാക്കൾ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ചില MP-മാരോട് ഈ വിജയസാധ്യത കുറഞ്ഞ മണ്ഡലം പിടിച്ചെടുക്കാൻ മത്സരിക്കാൻ ആവശ്യപ്പെട്ട സമയത്ത് തന്നെയാണ് കെ സുധാകരന് അവസരം നിഷേധിച്ചത് എന്നതാണ് പറയാതെ പറയുന്നത്. യഥാർത്ഥത്തിൽ കെ സുധാകരനെ പിന്തുണച്ചുകൊണ്ടാണ് MK രാഘവൻ എത്തുന്നത് എന്നുള്ളതാണ് അതിൻ്റെ പിന്നാമ്പുറ രാഷ്ട്രീയം. അപ്പോൾ അതിനുശേഷം ആ പ്രസ്താവന കൂടി പുറത്തു വന്നതിന് ശേഷം മല്ലികാർജ്ജുന ഖാർഗെ ഉൾപ്പെടെയുള്ള ഹൈക്കമാൻഡ് നേതാക്കളെ കെ സുധാകരൻ കാണുമ്പോൾ അതിന് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിർണായക പ്രാധാന്യമുണ്ട്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ചർച്ച ആരംഭിക്കുന്ന വേളയിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുഹൈൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.